നമസ്കാരം, നന്ദകുമാറാണ്. ഞാൻ ഈ നന്ദകുമാർ എന്ന് പറഞ്ഞ പരിപാടി കുറേ നാളായിട്ട് നിർത്തിയേക്കണായിരുന്നു. വൻ തിരക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊരു വലിയൊരു മോട്ടിവേഷൻ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. മോട്ടിവേഷൻ കേൾക്കണവർക്ക് കേൾക്കാം, കേൾക്കണ്ടാത്തവർക്ക് കേൾക്കണ്ട. വേറെ ഒന്നുമില്ല. എടാ, അപ്പം നമ്മളെ കളിയാക്കുകയോ നമ്മളെ പുച്ഛിക്കുകയോ നമ്മളെ ഭയങ്കര നമ്മളെ തേച്ച് ഒട്ടിക്കാനോ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വലിയ പൊള്ളി മച്ചാ, നിങ്ങളുടെ കളിയാക്ക് സൂപ്പറായിട്ടുണ്ട് എന്ന് നമുക്ക് അങ്ങോട്ട് പറയാനായിട്ടുള്ള ഒരു ധൈര്യവും അങ്ങോട്ട് പറയാനായിട്ടുള്ള ഒരു ചങ്കൂറ്റവും അങ്ങനെ തിരിച്ച് മറുപടി പറയാനായിട്ടുള്ള ഒരു ആർജവമൊക്കെ നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ, വൻ വിഷയമാണ് നമ്മൾ. അത് അങ്ങനെ നമ്മൾ ചെയ്യണം. നമ്മളിപ്പോൾ ആരെങ്കിലും കളിയാക്കി നമ്മൾ ചെയ്യുന്ന വർക്കുകൾ കൊള്ളൂല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മൾ അയ്യോ എന്നെ കളിയാക്കി, എന്നെ അവർ പുച്ഛിച്ചു, എന്നെ അവരങ്ങനെ പറഞ്ഞു കേട്ടാ എന്നൊക്കെ പറഞ്ഞ് മുങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതാണ് നമ്മളെ കളിയാക്കുന്നവരുടെ ആവശ്യം. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് ഇപ്പോൾ അബദ്ധങ്ങൾ, പൊട്ടത്തരങ്ങൾ, അല്ലെങ്കിൽ അറിവില്ലായ്മകൾ, മണ്ടത്തരങ്ങൾ, അങ്ങനെയൊക്കെ നമുക്ക് 100,000 സംഭവങ്ങളുണ്ടാകും. മനുഷ്യനല്ലേ പുള്ളേ, അങ്ങനെയൊക്കെ സംഭവിക്കുക. അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഒരുത്തം മനുഷ്യൻ നീ അത് ചെയ്തത് ശരിയായില്ല, നീ എന്ത് പണിയാണ് കാണിച്ചത്, അങ്ങനെയാണോ അത് ചെയ്യേണ്ടത്, ഇങ്ങനെയാണോ അത് ചെയ്യേണ്ടത്, അത് നീ മറ്റടുത്ത് കാണിച്ചത് ശരിയല്ലേ. എടാ, ഇങ്ങനെ പറയുന്നവനെ കൊണ്ട് നമുക്ക് ഒരു പ്രയോജനമില്ല. ആക്ച്വലി അവർക്കത് എങ്ങനെ പറയാൻ പറ്റും? എടാ മോനെ, നീ ആ ചെയ്തത് നമുക്കത് വർക്കായില്ല, അത് എടാ ഇന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു കുറവുണ്ടായിരുന്നു, നിനക്കത് ഇന്നതുപോലെ പഠിച്ചിട്ട് അത് ശരിയാൻ പാടില്ലേ. ഇനി അതല്ല, നീ ഒരു കാര്യം ചെയ്യുക, അത് ഇന്ന ആംഗിളൊന്ന് വെച്ച് നോക്കിക്കുക, അതെങ്ങനെ ഉണ്ടാവും അതിൻ്റെ ഒരു ബ്യൂട്ടി, അല്ലെങ്കിൽ ഇന്ന രീതിയിലൊന്ന് വെച്ച് നോക്കിയാൽ അതിനെങ്ങനെ ഉണ്ടാവും ബ്യൂട്ടി. അങ്ങനെ പറയുന്ന ആൾക്കാരെ നമുക്ക് ഗുണമുണ്ട്. അവർ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലാതെ മറ്റു വന്നു വെച്ചും എടാ അത് എന്ത് പണിയാണോ നീ കാണിച്ചത്, അത് നീ എന്നാടാ, നീ മറ്റെടുത്ത് അങ്ങനെ ചെയ്യാനാ എന്നാടാ, അത് നീ അത് ചെയ്ത് ശരിയായില്ല, അങ്ങനെയല്ലടാ ഇങ്ങനെയല്ലടാ എന്നൊക്കെ പറയുന്നവൻ്റെ ആവശ്യം എന്തുവാ? അവൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നമ്മളെ താറടിപ്പിക്കുക, നമ്മളെ കരയിപ്പിക്കുക, നമ്മളെ പുച്ഛിപ്പിക്കുക, നമ്മളത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെയുള്ളവന്മാർ സൈക്കോപാത്താണെന്നങ്ങ് ചിന്തിച്ചേക്കണം. അവർ സൈക്കോപാത്തുകളാണ്. അവർ നമുക്ക് ഒരു പ്രയോജനം പെടൂല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാ കളിയാക്കിക്കോളൂ, നിങ്ങൾ കളിയാക്കിക്കോളൂ. ഈ കളിയാക്കലുകളെല്ലാം എനിക്ക് ആർജവമായിട്ട് വരട്ടെ, എനിക്ക് ഊർജ്ജമായിട്ട് വരട്ടെ. അതിനുശേഷം നമ്മൾ തിരിഞ്ഞു നിന്ന് പറയണം, അവറാച്ച പണി വരുന്നുണ്ട്, അവറാച്ച പണി വരുന്നുണ്ട്. അങ്ങനെ നമ്മളത് പറഞ്ഞു നോക്കിക്കണേ. തിരിച്ചടിച്ചു നോക്കുമ്പോൾ ഇവന്മാരുണ്ട് വാലും ചുറ്റും ഓടിക്കോളും, മിണ്ടാതെ പൊക്കോളും. അങ്ങനെ നമ്മൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കണം. തിരിച്ചടിച്ച് അവരിപ്പോൾ നമ്മളെ കളിയാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അവർക്ക് കളിയാക്കാൻ ഒരു എസൻസ് നമ്മളാണ് ഇട്ട് കൊടുത്തത്. ആ എസൻസിൻ്റെ അകത്ത് അവർ നമ്മളെ കളിയാക്കേണ്ട റീസൺ എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. ഓക്കെ അതിൻ്റെ അകത്ത് മിസ്റ്റേക്ക് ഉണ്ടോ, ഓക്കെ അത് ഞാൻ ചെയ്തതിൻ്റെ അകത്ത് എന്തെങ്കിലും പഠിക്കാനുണ്ടോ, നമുക്ക് തിരുത്താനുണ്ടോ എന്ന് നമ്മൾ സ്വയം അനലൈസ് ചെയ്തിട്ട് നമ്മളത് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ 1 വർക്ക് ഇട്ട് കൊടുക്കുക, 2 വർക്ക് ഇട്ട് കൊടുക്കുക, 3 വർക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇവന്മാർ കളിയാക്കി പർപ്പസ്ഫുള്ളി കളിയാക്കുന്ന ഒരു തരത്തിലേക്ക് എത്തുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും സമൂഹത്തിൽ. അവർക്ക് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ കൊണ്ട് ആസ്വദിക്കാൻ പറ്റും, അവർക്ക് ചിരിക്കാൻ പറ്റും. അങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം സമൂഹം വരുമ്പോൾ അവരിവരെ ആക്രമിച്ചോളും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് അടുത്ത മോട്ടിവേഷൻ വേണമെങ്കിൽ ഞാൻ അടുത്ത മോട്ടിവേഷൻ ഇട്ട് തരണം. ഞാൻ മോട്ടിവേഷൻ തന്ന് നിങ്ങളൊരു പരിവാക്കും. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ.